ഒരു പെൺകുട്ടിക്ക് മുംബൈ മഹാനഗരത്തിൽ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. മഹാനഗരത്തിൽ നേരിട്ട ദുരനുഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അമ്മയുടെ സുഹൃത്തുക്കളായ സ്ത്രീകളും അവരിൽ ഒരാളുടെ കാമുകനും ചേർന്ന് 17-കാരിയായ മകളെ ലൈംഗികമായി പീഡിപ്പിച്ചു. തങ്ങളുടെ നിസ്സഹായാവസ്ഥയെ മൃഗീയമായി ചൂഷണം ചെയ്ത ദുരനുഭവത്തിൽ നിന്നും ഇനിയും കരകയറാനാകാതെ വിതുമ്പുകയാണ് മുംബൈയിലെ ഈ മലയാളി കുടുംബം. ഒരമ്മയ്ക്കും താങ്ങാനാവാത്ത ദുരനുഭവത്തിന്റെ കഥയായിരുന്നു ഈ മലയാളി നേഴ്സിന് പറയാനുണ്ടായിരുന്നത്. അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ മകളുടെ ഭാവിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തയും ആശങ്കയും. കഷ്ടപ്പെട്ടതും ജീവിച്ചതും അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ജോലി. കൗമാരക്കാരിയായ മകളെ കെയർ ഹോമിലാക്കിയായിരുന്നു നൈറ്റ് ഷിഫ്റ്റിന് പോയിരുന്നത്. അങ്ങനെയാണ് ഏറെ നാളത്തെ പരിചയമുള്ള ഒരു മലയാളി സ്ത്രീ സഹായം തേടി വന്നപ്പോൾ കൂടെ താമസിപ്പിച്ചത്. പെട്ടെന്നൊരു ദിവസം വൈകിട്ട് 2019 ഒരു ജൂലൈ മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വൈകിട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞതുപോലെ റൂം ഓണർ വീട് കൂട്ടിക്കൊണ്ട് പോയി 6 മാസത്തെ വാടക കുടിശ്ശികയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് ഒത്തിരി ആ ഭർത്താവിൻ്റെ മരണ സമയത്ത് ഒത്തിരി പൈസയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും മോളും കൂടെ വർഷങ്ങളായിട്ട് സാറെ ഒറ്റയ്ക്കാം. താൻ ജോലിക്ക് പോയാൽ മകൾക്കൊരു കൂട്ടാകുമല്ലോ എന്നായിരുന്നു ആദ്യ ചിന്ത. വീട്ടുകാർ തമ്മിൽ എല്ലാവരും നല്ലതായിട്ട് അറിയാം. പുള്ളിക്കാരിയുടെ അമ്മയെ എല്ലാവർക്കും നല്ലതായിട്ട് പരിചയമുണ്ട്. അപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പം ഇങ്ങനെ ബേബിസിറ്റിങ്ങിലായിരുന്നു ഏൽപ്പിച്ചിട്ട് പോകുന്നത് നൈറ്റിനൊക്കെ. അപ്പോൾ എല്ലാ മാസം 5000 രൂപ കൂടെ കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചിയുണ്ട് എൻ്റെ 5000 രൂപ എനിക്ക് ലാഭിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. 12ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട മകളുടെ സുരക്ഷിതത്വം മാത്രമായിരുന്നു മനസ്സിൽ. അമ്മയും മകളും മാത്രമുള്ള ഫ്ളാറ്റിലേക്കായിരുന്നു സുഹൃത്തായ വിജി എന്ന മലയാളി സ്ത്രീ കടന്നു വരുന്നത്. എന്നാൽ ഏതാണ്ട് 2 വർഷം പിന്നിടുമ്പോൾ മകളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീട്ടിൽ ചേച്ചിയുണ്ട്, കുഞ്ഞുണ്ട്. അവർ രണ്ടുപേരും വീട്ടിനകത്ത്, ഞാൻ മാത്രം ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്നു. സാറേ ഒരു ദിവസം ഈ കൊച്ചിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നു. പുള്ളിക്കാരി മിണ്ടത്തില്ല. ആ ഒരു പഴയ ഒന്നുമല്ല കൊച്ചു. മകൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. തുടർന്നാണ് ഡോക്ടറെ കാണിച്ചത്. നീണ്ട കൗൺസിലിംഗിനൊടുവിലാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന കഥകൾ വെളിപ്പെടുത്തിയത്. 17-കാരിയായ പെൺകുട്ടിയെ വീട്ടിൽ വിശ്വസിപ്പിച്ചു താമസിച്ച സ്ത്രീയും അവരുടെ പെൺസുഹൃത്തും കാമുകനും ചേർന്ന് നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ ജോലിക്ക് പോയ രാത്രികളിലാണ് പീഡനം നടന്നത്. ശീതളപാനീയത്തിൽ മദ്യം കലർത്തി മയക്കിക്കിടത്തിയായിരുന്നു ലൈംഗികമായി ചൂഷണം ചെയ്തത്. പിന്നീട് നഗ്ന ഫോട്ടോകളും വീഡിയോകളും പകർത്തി പ്രതികൾ പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. പുറത്തു പറഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്നായിരുന്നു ഭീഷണി. 2ാമത്തെ തവണയും കൊച്ചിനെ അങ്ങനെ പറഞ്ഞായിരുന്നു കൊടുക്കുന്നത്. പക്ഷെ 2ാമത്തെ തവണ ഇവർക്ക് ശരിക്കും ബോധ്യമുണ്ടായിരുന്നു ഇവിടെ ശരീരത്തിന്മേൽ എന്തൊക്കെയോ സംഭവിക്കുന്നുള്ളത്. പിന്നീട് കുഞ്ഞ് എതിർക്കുമായിരുന്നു ചെയ്തത്. എതിർത്തപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും നിന്റെ അമ്മ അവിടെ കൊല്ലുമെന്ന് പറഞ്ഞത്. ഇതോടെയാണ് പെൺകുട്ടി വിഷാദരോഗത്തിന് അടിമപ്പെടുന്നത്. ഡോക്ടറാണ് പീഡനകഥ പോലീസിൽ അറിയിക്കുന്നത്. പ്രതികൾ അറസ്റ്റിലായി. മകളെ നോക്കാൻ ജോലിയും ഉപേക്ഷിച്ചതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. ഏത് നേരവും സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൊച്ചിനെ ഇട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം സത്യം പറയാം, ഞങ്ങൾ ഈ കേസിനൊന്നും പോകണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു. ഒന്നും വേണ്ടായിരുന്നു സാറേ. എല്ലാവരും ഞങ്ങൾ നികൃഷ്ട ജീവിയെ പോലെ ഇപ്പൊ കാണുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് നാണക്കേടായിരുന്നു. എല്ലാവരും ഞങ്ങളെ ഒരുമാതിരി നികൃഷ്ട ജീവിയെ പോലായിരുന്നു എല്ലാവരും. മിനിയാന്ന് തന്നെ കോടതി വന്നപ്പോഴത്തേനും ഞങ്ങളുടെ വക്കീൽ ഒരു ദിവസം മുമ്പ് പറഞ്ഞ് ഞാൻ ഈ കേസ് എടുക്കത്തില്ല. കേസിനും ചികിത്സയ്ക്കും വീട്ടുവാടകയ്ക്കുമായി പെടാപ്പാടുപെടുകയാണ് ആരോരുമില്ലാത്ത ഈ വീട്ടമ്മ. ഈ മുറിയുടെ വാടക, കൊച്ചിൻ്റെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇന്ന് അതിജീവനത്തിനായി കൈനീട്ടേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-8 മാസമായി നല്ല ആഹാരം കഴിച്ചിട്ട് ഒന്നുമില്ല ഞങ്ങൾക്ക്. മുംബൈയിലെ സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് ഈ അമ്മയെയും മകളെയും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയണം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.